ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി സിനിമകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട്, അതായത് ത്രില്ലർ സിനിമകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോസൊന്നും ചെയ്യാതെ കുറേ ആയി. പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്ന അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇനി മുതൽ ദിവസം ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി ത്രില്ലർ മൂവി നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ത്രില്ലർ സിനിമ, ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു ഹിന്ദി മൂവിയാണ്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരനും അതുകൂടാതെ ഒരു ഹൗസ് വൈഫും, നമ്മുടെ നായികയായിട്ടുള്ള ഹൗസ് വൈഫും ഒരു ഇരട്ട കൊലപാതകത്തിന് പ്രധാന പ്രതികളായി മാറുകയാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്. കാരണം ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണോ, അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ഈ ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് ഇറ്റിഫാഖ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2017 റിലീസ് ചെയ്ത ഒരു ഹിന്ദി മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. സിദ്ധാർത്ഥ് മൽഹോത്ര, അക്ഷയ് ഖന്ന, മന്ദിര ബേദി, സോനാക്ഷി സിൻഹ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മലയാള സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും പിടിതരാത്ത, അതായത് നമ്മളെ അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ്, ആരാണ്, എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അതുവരെ പിടിതരാത്ത ആ ഒരു റൈറ്റിംഗ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്നുള്ളത്. എന്നാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കുറേ ആയിട്ട് എൻ്റെ ഗാലറിയിലൊരു സിനിമയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാണണമെന്ന് വിചാരിച്ച സിനിമയാണ്. ത്രില്ലർ മൂവിയാണ്. നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെ ചെയ്തത്. ഈ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ, അവരുടെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ബോക്സ് ഓഫീസ് നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമ കൂടിയാണ് ഇറ്റിഫാഖ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. അതായത് ഈ ത്രില്ലർ സിനിമകൾ, മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഹിന്ദി മൂവിയാണ്. മറ്റു ഡബ്ഡ് വേർഷൻ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. മലയാള സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. ഷാറുഖ് ഖാനാണ് ഈ സിനിമ നിർമ്മിച്ചത് കേട്ടോ. ഈ റെഡ് ചില്ലീസിൻ്റെ ബാനറിൽ ഷാറുഖ് ഖാനും ഗൗരി ഖാനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. 1969 റിലീസ് ചെയ്ത ഇതേ പേരിൽ തന്നെയുള്ള സിനിമയുടെ ഒരു പുതിയൊരു രൂപം, പുതിയതായിട്ട് ഉള്ള ഒരു ആവിഷ്കാരമാണ് ഈ സിനിമ എന്നുള്ളത് ഒരു കാര്യമാണ് സിനിമയുടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സിനിമയെക്കുറിച്ച്. ഇറ്റിഫാഖ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇനിയും ഇതുപോലുള്ള സിനിമകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ ബാക്കപ്പ് ചാനലായ സാപ്പ് മീഡിയ എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഞാൻ ബെസ്റ്റ് ഹൊറർ ത്രില്ലർ സിനിമകൾ, ഫാൻറ്റസി മൂവീസ്, മലയാളത്തിലെ ഫാൻറ്റസി മൂവീസ്, തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ, അങ്ങനെയുള്ള സെഗ്മെൻറ്റുകളാണ് അതിൽ ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.